ഹാപ്പി മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ചില ഫിനാൻഷ്യൽ ടേംസുകളെ പറ്റിയാണ്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രശസ്തനായ നമ്മളുടെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത്. ലോകത്തിൻ്റെ 8ാമത്തെ അത്ഭുതമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റി പറയുമ്പോൾ ജസ്റ്റ് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ജെയിംസ് ക്ലിയർ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, എങ്ങനെ നമുക്ക് നമ്മളുടെ ശീലങ്ങളെ മാറ്റാം എന്ന് പറയുന്നത്. അതിൽ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം. ഈ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ശീലം നമ്മൾ സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് കോമ്പൗണ്ട് ആയിട്ടാണ് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നു. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ശാന്തതയായിരിക്കില്ല ഒരു 30ഓ 40ഓ ദിവസം കഴിയുമ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ ശീലങ്ങളും നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ, ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്, അതിൽ എക്സ്പേർട്ടൈസ് ആകുന്നുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് എഫക്റ്റ് എല്ലാ ശീലങ്ങളും നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ, നല്ല ശീലങ്ങളാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് എഫക്റ്റിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് നെഗറ്റീവിലും ബാധിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കറിയാം, ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നവർ ആദ്യമൊക്കെ അത്ര ഉണ്ടാവില്ല, പിന്നെ സ്ഥിരം ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് സ്ഥലകാല ബോധങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കോമ്പൗണ്ട് എഫക്റ്റ് നമ്മളെ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ടേംസിൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടൊക്കെ വളരെ ലാഭകരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 10,000 രൂപ ഈ വർഷം ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIPയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ 10,000-ന് എൻ്റെ ഈ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000 റുപ്പീസ് ആണെങ്കിൽ അടുത്ത കൊല്ലം എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് 10,000-ൻ്റെ മേലെയല്ല, ഈ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഈ 11,000-ൻ്റെ മേലെയാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അധിക ഡെപ്പോസിറ്റുകളിലും എന്താണ് പ്രിൻസിപ്പിൾ എമൗണ്ടിൻ്റെ മേലെയാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്, അതായത് 10,000 പ്ലസ് 1000, പിന്നെ അടുത്ത വർഷം എനിക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് 11,000-ൻ്റെ മേലെയാണ്. പിന്നീട് അത് ഇപ്പോൾ 11,000-ൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സപ്പോസ് 1,200 രൂപ ആയി എന്ന് കരുത്. അപ്പോൾ പിന്നീട് അതിൻ്റെ നെക്സ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 11,000-ൻ്റെ മേലെയല്ല, 11,000 പ്ലസ് 1,200 12,200-ൻ്റെ മേലെയാണ് പിന്നീട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റിൻ്റെ മേലെയാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് പരിചിതമായി കേൾക്കുന്നത് മ്യൂച്വൽ ഫണ്ട് അല്ലെ SIP പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടാറ് എന്ന് പറയാറുണ്ട്. ഇനി അടുത്തൊരു ടേംസാണ്, പലർക്കും ഒരു സംശയമാണ്, ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ഒന്നാണോ അല്ലെ രണ്ടും രണ്ടാണോ? സേവിങ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ SB അക്കൗണ്ടിൽ എനിക്കൊരു 10,000 രൂപ SB അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി, ഞാനത് എടുക്കുന്നേ ഇല്ല, SB അക്കൗണ്ടിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ ഇന്ന് വിളിക്കുന്നത് സേവിങ്സ് എന്ന് വിളിക്കുന്നത്. ആ പൈസ ഞാൻ എടുക്കുന്നില്ല, അതെൻ്റെ SB അക്കൗണ്ടിൽ തന്നെ അവിടെ തന്നെ ഞാൻ വെക്കുകയാണ്. 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഞാനത് തൊടുന്നില്ലെങ്കിൽ അതിനെയാണ് സേവിങ്സ്, ഞാനത് സേവ് ചെയ്യുന്നു എന്ന് പറയാം. ഈ 10,000 രൂപ എടുത്ത് ഞാനത് മ്യൂച്വൽ ഫണ്ടിലേക്കോ അല്ലെ ചിട്ടിയിലേക്കൊക്കെ ഞാൻ മാറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സേവിങ്സിന് വലിയ റിസ്ക് ഒന്നുമില്ല, റിട്ടേണും ഇൻട്രസ്റ്റും കുറവായിരിക്കും, അല്ലേ? നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റും വളരെ കുറവായിരിക്കും. ഞാൻ ആദ്യത്തെ സെഷനിലൊക്കെ പറഞ്ഞതുപോലെ അത് ഇൻഫ്ലേഷനെയൊന്നും ബീറ്റ് ചെയ്യാതെ ഇൻട്രസ്റ്റ് ആയിരിക്കും, വളരെ നാമമാത്രമായ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നത്, അതിന് റിസ്ക്കുമില്ല. പക്ഷേ ഈ 10,000 രൂപ ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പം മ്യൂച്വൽ ഫണ്ടിലോ SIP പോലുള്ളതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ ചിലപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേണും കിട്ടും,
റിസ്ക്കും കൂടുതലാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ റിസ്ക് ഇല്ല, പക്ഷേ സേവിങ്സിൽ റിസ്ക് ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഉണ്ട്, റിട്ടേണും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തേണ്ടത്, അല്ല സേവിങ്സ് അല്ല ചെയ്യേണ്ടത്. നമ്മളുടെ പണത്തെ വളരണമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? സേവ് ചെയ്താൽ പോരാ, അതിനെ സേവിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമ്മളുടെ പണം വളരുകയുള്ളൂ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ സംസാരിച്ചത് 2 കാര്യമാണ്. ഒന്ന്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? രണ്ടാമത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതും രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.